പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കേരളത്തിൽ അവയവദാനം കുറഞ്ഞുവെന്ന് ഡോക്ടർ ജോ ജോസഫ്. ചില സിനിമകൾ അവയവദാനത്തെ നെഗറ്റീവായി ചിത്രീകരിച്ചു. ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്ന ഡോക്ടർമാർക്ക് കോടതി കയറേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നും ജോ ജോസഫ് പറഞ്ഞു. ഈ പറയുന്ന പോലെ ട്രാഫിക് ചില സിനിമകൾ അതിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അറിയാം, ആ സിനിമയ്ക്ക് ശേഷം അതിന് സംവിധായകൻ വന്ന് പറഞ്ഞു അത് എങ്ങനെ അല്ലായിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷം വന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്യേണ്ട ഡാമേജ് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട്, ചില ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ കോടതിയിൽ പോവുകയും വക്കീൽ നോട്ടീസ് ഡോക്ടർമാർക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ന്യൂറോ സർജൻസിന് ആരാണ് ഈ പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത്? നമുക്കറിയാം, റോഡ് ട്രാഫിക് ആക്സിഡന്റ് മൂലം ഉള്ള രോഗികളായിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടായ രോഗികളായിരിക്കും. അവർ പ്രധാനമായിട്ടും ചികിത്സ തേടുന്നത് ന്യൂറോളജിസ്റ്റിന്റെ ന്യൂറോ സർജൻസിന്റെ അടുത്തായിരിക്കും. അവർ ഈ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. പക്ഷേ അവർക്കാണ് ഈ വക്കീൽ നോട്ടീസും മറ്റു കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾക്ക് പോകുന്നത്, ഈ നൂലാമാലയിലേക്ക് പോകുന്നത്? അവർ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ നടത്താറില്ല.